നമ്മുടെ വട്ടവടയുടെ ഏറ്റവും കൊമ്പത്ത് ഏറ്റവും ടോപ്പിലൊരു കിടിലൻ ഹിപ്പി വൈബ് സ്റ്റേ പിടിച്ചാലോ? അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ നോക്കണമെങ്കിൽ ദിസ് ഈസ് എ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ യു. പിന്നെ ചെറുതായിട്ടൊന്ന് പൊക്കി പറഞ്ഞാൽ ഒരു മെക്സിക്കോ ഇവിടെ നമ്മുടെ വട്ടവടയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടതാണ് മിനി മെക്സിക്കോ ഇൻ വട്ടവട. ഞങ്ങൾ ഡിസംബറിൽ പോയ ടൈമിൽ ഈ കാണുന്നതായിരുന്നു ഞങ്ങളുടെ ഒരു ക്ലൈമറ്റ്. റോഡ് പണി നടക്കുന്നത് കൊണ്ട് ചെറിയ അല്ലറ ചില്ലറ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. ബൈക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഈസി ആയിട്ട് കയറിപ്പോയി. ഇതുപോലെ നല്ലൊരു കിടിലൻ റൂട്ട് പിടിച്ച് നിങ്ങൾ മൂന്നാറിൻ്റെ ആ ഒരു വഴിയിലെ ഒരു ക്ലൈമറ്റും ഇതെല്ലാം എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഇതുപോലെ പൈൻ ആൻഡ് യൂക്കാലി മരങ്ങളുടെ ഇടയിൽ കൂടെ നിങ്ങൾ റൂട്ട് പിടിച്ച് നിങ്ങൾ എത്താൻ പോകുന്നത് വട്ടവടയുടെ നിങ്ങൾ ഹൈറ്റിലേക്ക് കയറുമെന്ന് പറഞ്ഞത്. അങ്ങനെ കാണുന്ന പോലെ ഒരു സ്പോട്ടിലാണ് നിങ്ങൾ എത്തുക. ഇവിടെ വരയ്ക്കും ജീപ്പ് സഫാരി ഉണ്ട്. അത് വേറൊരു ഇതാണ് കേട്ടോ. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ ഒരു അവസാനം നിങ്ങൾക്ക് കാണുന്നതാ. ആ കാണുന്ന പോലെ ജീപ്പിലെ ആൾക്കാരെ കൊണ്ടൊരു വ്യൂ പോയിന്റ് എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ബൈക്കൊക്കെ എടുത്ത് നിങ്ങൾ ഈ സ്പോട്ടിൽ, അതായത് നമ്മുടെ സ്റ്റേൻ്റെ അവിടെ എത്തുന്നതിൻ്റെ ഒരു താഴെയുള്ള ഭാഗമാണ് കാണുന്നത്. ഇപ്പോൾ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ വട്ടവടയിലെ മിനി മെക്സിക്കോ എന്ന് പറഞ്ഞ സ്റ്റേ. ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ട്സിലൂടെയാണ് ഞങ്ങൾ പോയത്. പക്ഷേ നമ്മുടെ അനന്തകൃഷ്ണൻ അടിപൊളിയായിട്ട് ബൈക്കൊക്കെ ഓടിച്ച് അതിൻ്റെ മുകളിൽ കയറ്റി ഇങ്ങനൊരു സ്പേസിലാണ്. നമുക്ക് ബൈക്ക് മാത്രമാണ് കൂടുതൽ അങ്ങോട്ട് വയ്ക്കുക. ഇവിടെ 3 ടൈപ്പ് ഓഫ് സ്റ്റേ ഉണ്ട്. ടെൻറ്റ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഫ്രെയിം പോലത്തെ ഒരു ഹൗസ് സെറ്റപ്പ്, പിന്നെ വേറൊരു സ്റ്റേയും കൂടി ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളി ക്യാപ്ചർ ചെയ്തിട്ടില്ല. ഇത് ഏകദേശം ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ, എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ 3 മണി സംതിങ് ആണ്. ആ ഒരു ടൈമിൽ ഈ ഒരു സ്പേസിൻ്റെ ഒരു ഭംഗിയാണ് ഈ കാണുന്നത്. പിന്നെ ഈ നെറ്റ് പോലെ കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വന്ന് കിടക്കാം, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനൊക്കെ ഒരു സ്ഥലമാണ് ഇത്. നമ്മൾ ഈ സ്റ്റേയിൻ്റെ അവിടെ തന്നെ ഫുഡ് കഴിക്കാനിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നിന്ന് താഴേക്ക് കാണുന്ന വ്യൂ ഉണ്ടോ, അതാണ് യോർ സ്റ്റേ ഫോർ ദി ഡേ. എന്തായാലും പോകണം. ഇറ്റ്സ് വർത്ത് ദ മണി ദാറ്റ് യു സ്പെൻഡ്. വലിയ റേറ്റും ഇല്ല. എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ടെൻറ്റിന് 1700 1500 എന്തോ റേഞ്ചിലാണ് വന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഐ എം നോട്ട് ഫുള്ളി ഷുവർ. നിങ്ങൾക്ക് അവർ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് റേറ്റ് എന്തായാലും മനസ്സിലാക്കാം. ഒരു കിടിലൻ ഹിപ്പി വൈബാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ പാട്ടൊക്കെ വെച്ച് നമുക്ക് എന്താ പറയുക വൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഇവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുള്ളി കെപ്റ്റ് സ്പേസാണ്. അങ്ങനെ തന്നെയാണ് ഈ ഒരു പ്ലേസിനെ പറ്റി പറയേണ്ടത്. ത്രീ ടൈപ്പ് സ്റ്റേ ഉണ്ട് ഇവിടെ. ചായയൊക്കെ കുടിച്ച് ഇറങ്ങുവാണ്. നമ്മളിവിടെ 10 സ്റ്റേ ആണ് എടുത്തേക്കണം. വേറെ ഉള്ള സ്റ്റേ എല്ലാം ഇതാ അവിടെ. ഒരു ഹിപ്പി വൈബാണ് ഓൾട്ടോഗെദർ. ഈ ഒരു പ്രോപ്പർട്ടിയുടെ തൊട്ടപ്പുറത്തൊരു അമ്മൂമ്മ കൃഷി ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അവിടെ വായി നോക്കി നിന്നപ്പോൾ അവർ സഹതാപം തോന്നിയാണെന്ന് തോന്നുന്നു. ഇതെനിക്ക് ഫ്രീ ആയിട്ട് തന്നാൽ ഭയങ്കര മധുരം ഉണ്ടായിരുന്നു. പിന്നെ ബൈക്കിൽ ഒന്നുകൊണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് നിങ്ങൾ കാണുന്ന നൈറ്റിലെ വ്യൂ. ഹൗ പ്രിറ്റി അല്ലെ. എൻ്റെ ഫോണിനത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷെ നിങ്ങളത് ചെന്നാൽ ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് മോർണിംഗ് വ്യൂ. അടിപൊളിയല്ലേ, ഞാൻ ഒന്നും പറയണ്ടല്ലോ. നിങ്ങളത് കണ്ടു നോക്കൂ.